ഇന്ന് കൊച്ചിയിൽ നിന്ന് പ്രധാനമായും വരാനുള്ള വാർത്ത ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നു എന്നതാണ്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിവരം പുറത്തുവരുന്നത് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് നൽകിയ റിപ്പോർട്ടാണ്. സ്ത്രീകൾക്കെതിരെ നിരന്തരം അശ്ലീല പ്രയോഗം നടത്തുന്ന ആളാണ് ബോബി എന്ന് പോലീസ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. മുൻപ് ചിത്രീകരിച്ച വീഡിയോകളും പോലീസ് ഇതിന് തെളിവായി കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതിനിടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. ജയിൽ DIG ബോബി ചെമ്മണ്ണൂരുമായി കൂടിക്കാഴ്ച നടത്തിയത് വിവാദത്തിലായിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് DIG അജയകുമാർ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ സന്ദർശിച്ചത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഇതിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ആദ്യം ഇപ്പോൾ പുറത്തു വരുന്ന ഈ പ്രധാനപ്പെട്ട വാർത്ത, ജയിൽ DIG ഈ ബോബി ചെമ്മണ്ണൂരിന്റെ സഹായികളും ഒക്കെയായി ഒരു വലിയ സന്നാഹവുമായി ജയിലിൽ പോയത് എന്താണ് അവർക്ക് അവിടെ ചർച്ച ചെയ്യാനുണ്ടായിരുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ? ശ്രീജ, ജയിൽ DIG അജയ്കുമാറും ബോബി ചെമ്മണ്ണൂരിന്റെ 3 സഹായികളും ഒന്നിച്ചാണ് കാക്കനാട് ജില്ലാ ജയിലിൽ ബോബി ചെമ്മണ്ണൂരിനെ സന്ദർശിച്ചത്. ഇത് ബോബി ചെമ്മണ്ണൂരിന് വേണ്ട സഹായങ്ങൾ ജയിലിൽ ഒരുക്കി കൊടുക്കാനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ ജയിൽ DIG സന്ദർശിച്ചതിന് ശേഷം ബോബി ചെമ്മണ്ണൂരിന് ഫോൺ ചെയ്യാനായി 200 രൂപ അഡീഷണൽ അനുവദിച്ചു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും പോലീസ് നമുക്കറിയാം 48 മണിക്കൂർ ഒരു ഇൻഫർമേഷനും പാസ് ചെയ്യാതെ വയനാട്ടിലെ മേപ്പാടിയിലുള്ള അദ്ദേഹത്തെ റിസോർട്ടിൽ നിന്നും പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് വരെയും അതിന് കൃത്യമായ നിലപാടുണ്ടായിരുന്നു, കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു തരത്തിലും അതല്ലെങ്കിൽ ലൈംഗിക അതിക്രമ കേസുകളിൽ നിലവിലുള്ള പ്രതികൾക്ക് നൽകുന്നതിനപ്പുറം ഒരു പരിഗണനയും ബോബി ചെമ്മണ്ണൂർ നൽകില്ല എന്നൊരു നിലപാട് പോലീസ് സ്വീകരിച്ചിരുന്നു. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന അന്വേഷണ സംഘം തലവൻ വ്യക്തമാക്കിയിരുന്നു. ആ നിലപാട് പൊളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജയിൽ DIG അജയ്കുമാറും അതെ ബോബി ചെമ്മണ്ണൂരിന്റെ 3 സഹായികളും ചേർന്നിട്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ സഹായിക്കാനായി ജയിലിലെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനും ബോബി ചെമ്മണ്ണൂരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഈ പറഞ്ഞതുപോലെ ഫോണിന് വേണ്ടിയിട്ട് 200 രൂപ അഡീഷണൽ അനുവദിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് അധികാരികളോട് ഈ കാര്യത്തിൽ വിശദീകരണവും തേടിയിട്ടുണ്ട്. ഈ വാർത്തയ്ക്ക് ശേഷം ഈ വിവരം പുറത്തു വന്നതിനു ശേഷം അടുത്ത കാര്യം, ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പോലീസ് നൽകിയ ഈ റിപ്പോർട്ട് എത്രത്തോളം ബോബിക്ക് തിരിച്ചടിയാവും? കാരണം അവർ പറഞ്ഞത് ഹണി റോസും ബോബി ചെമ്മണ്ണൂരും സുഹൃത്തുക്കളാണ്, ആ പറഞ്ഞ വാക്കുകളിൽ ഒന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണല്ലോ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇയാളുടെ സ്വഭാവം ഇതാണ്, നിരന്തരം അശ്ലീല പ്രയോഗം അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന ഒരാളാണ്, സ്ത്രീകളെ അപമാനിക്കുന്നയാളാണ് എന്ന റിപ്പോർട്ട് ബോബിക്കൊരു തിരിച്ചടിയാവുമോ? ശ്രീജ, പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് നിരന്തരമായി ലൈംഗിക അധിക്ഷേപം നടത്തുകയും ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും ചെയ്യുന്ന ആളാണ്. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ വീഡിയോകളൊക്കെ അത്തരത്തിലുള്ളതാണ് എന്നുള്ളത് മുൻപ് ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിൽ പബ്ലിഷ് ചെയ്ത വീഡിയോകൾ ഉൾപ്പെടെയാണ് ഹൈക്കോടതിയിൽ പോലീസ് മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് തേടിയതിന് മറുപടി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ഇത് അതായത് ഹണി റോസിനെതിരായ പരാതി, അത്തരത്തിൽ താൻ ലൈംഗിക അധിക്ഷേപം നടത്തിയിട്ടില്ല, അതല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ ഓരോ തവണ ഹർജി സമർപ്പിക്കുമ്പോഴും ഓരോ തവണ പോലീസിനെയും കോടതിയെയും അഭിമുഖീകരിക്കുമ്പോഴും ഒക്കെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് അതാണെങ്കിൽ പോലും അതിന് വിപരീതമായിട്ടുള്ള വീഡിയോകളാണ് പോലീസ് അതിന് വിപരീതമായിട്ടുള്ള റിപ്പോർട്ടാണ് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതിന് തെളിവായി ബോബി ചെമ്മണ്ണൂർ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഹണി റോസിന്റെ വിഷയത്തിൽ അല്ലാതെ പോലും നേരത്തെ ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിറഞ്ഞ വീഡിയോകൾ ബോബി ചെമ്മണ്ണൂർ പബ്ലിഷ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അതിനെ ബോബി ചെമ്മണ്ണൂർ ഫാൻസ് ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം വീഡിയോകൾ കൂടി ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിന് ശേഷവും അതല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മുൻകൂർ ജാമ്യം തേടുന്ന സാഹചര്യത്തിലും പോലീസിനോടും അതല്ലെങ്കിൽ കോടതിയോടും പെരുമാറിയ രീതി താൻ തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തനിക്ക് കുറ്റബോധം ലെവലേശമില്ല എന്നുള്ളൊരു ബോഡി ലാംഗ്വേജും അത്തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തതും ഈ ജാമ്യം നിഷേധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയായി കണക്കാക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല
ബോബി ചെമ്മണ്ണൂരിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം രൂപീകരിക്കുമ്പോൾ അന്വേഷണ സംഘ തലവന് ACPC ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ACPC ജയകുമാർ ഉൾപ്പെടെയുള്ള 10 അംഗ സംഘത്തിന് ഈ ഒരു തരത്തിലുള്ള വീഡിയോകൾ ആളുകൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന, അതായത് മുൻപ് ബോബി ചെമ്മണ്ണൂർ പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇത്തരത്തിൽ അശ്ലീല ചുവയോടുകൂടി സംസാരിക്കുന്ന വീഡിയോകളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്ന് നമ്മൾ ഈ വാർത്തയിലേക്ക് വരും മണിക്കൂറുകളിലും വളരെ വിശദമായി തന്നെ വരും. ഇന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പരിഗണിച്ചപ്പോൾ അത് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം.